2026 F1 സീസൺ തുടങ്ങുമ്പോൾ ആരാധകരെ കാത്തിരിക്കുന്നത് നിരവധി പുത്തൻ മാറ്റങ്ങളാണ്. എഞ്ചിനിലും ഡിസൈനിലും ടീമുകളിലും ഡ്രൈവർമാരിലും എല്ലാം വലിയ അഴിച്ചുപണികളാണ് 2026 നടന്നിരിക്കുന്നത്. കാറുകളുടെ വലിപ്പം മുതൽ എഞ്ചിൻ വരെ എല്ലാം മാറിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് ഈ ടോട്ടൽ റീസെറ്റിലെ പ്രധാന മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. 7 തവണ ലോക ചാമ്പ്യനായ ലൂയിസ് ഹാമിൽട്ടൺ നീണ്ട 12 വർഷത്തെ മെർസിഡീസ് ബന്ധം അവസാനിപ്പിച്ച് ഫെറാറിയിലേക്ക് എത്തിയത് 2025-ലായിരുന്നു. എന്നാൽ തൻ്റെ പുതിയ റെഡ് ജാക്കറ്റിൽ ഒരു തവണ പോലും പോഡിയത്തിലെത്താൻ ഹാമിൽട്ടന് കഴിഞ്ഞില്ല. 2026 ചാൾസ് ലെക്ലാർക്കിനൊപ്പം 8ാം ലോക കിരീടം ഹാമിൽട്ടൺ സ്വന്തമാക്കുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. ജർമ്മൻ കരുത്തരായ ഔഡി ഔദ്യോഗികമായി തങ്ങളുടെ സ്വന്തം ടീമുമായി F1 അരങ്ങേറ്റം കുറിക്കുന്ന വർഷം കൂടിയാണ് 2026. സൗബർ ടീമിനെ ഏറ്റെടുത്താണ് ഔഡി എത്തുന്നത്. നിക്കോ ഹൽക്കൻബർഗ്, ഗബ്രിയൽ ബോട്ടുലീറ്റോ എന്നിവരാണ് ഡ്രൈവേഴ്സ്. റെഡ് ബുൾ ടീം തനിച്ച് പവർ യൂണിറ്റ് നിർമ്മിക്കുന്നതിന് പകരം അമേരിക്കൻ കമ്പനിയായ ഫോർഡുമായി കൈകോർത്തു. 4 തവണ തുടർച്ചയായി ലോക ചാമ്പ്യൻ കിരീടം സ്വന്തമാക്കിയ മാക്സ് വെർസ്റ്റാപ്പൻ ടീമിൽ തുടരുമ്പോൾ യുവതാരം ഹിസാക് ഹാഡ്ജാർ റെഡ് ബുളിന് വേണ്ടി വെർസ്റ്റാപ്പനൊപ്പം ട്രാക്കിലിറങ്ങും. 2026 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിലൂടെ അർവിന്ദ് ലിൻബ്ലാഡ് തന്റെ ഫോർമുല 1 കരിയറിന് തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ്. 18ാം വയസ്സിൽ റേസിംഗ് ബുൾസ് ടീമുമായി ട്രാക്കിലിറങ്ങുന്ന ലിൻബ്ലാഡ് F1 ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 4ാമത്തെ ഡ്രൈവറായി ഇതോടെ മാറും. മുമ്പ് റെഡ് ബുളിന് എഞ്ചിൻ നൽകിയിരുന്ന ഹോണ്ട ഇപ്പോൾ ആസ്റ്റൺ മാർട്ടിന്റെ ഔദ്യോഗിക പാർട്ട്ണറായി തിരിച്ചെത്തിയിരിക്കുകയാണ്. വിഖ്യാത ഡിസൈനർ ഏഡ്രിയാൻ ന്യൂയി രൂപകൽപ്പന ചെയ്ത കാറിൽ ഫെർണാണ്ടോ അലോൺസോ, ലാൻസ് സ്ട്രോൾ എന്നിവർ മത്സരിക്കും. F1-ലെ 11ാമത്തെ ടീമായി അമേരിക്കൻ ബ്രാൻഡായ കാഡിലാക് ഗ്രിഡിലെത്തിയിട്ടുണ്ട്. സെർജിയോ പെരസ്, വാൾട്ടറി ബോട്ടാസ് എന്നിവരാണ് പുതിയ ടീമിന് വേണ്ടി പോരാടുന്നത്. കാറുകളുടെ കാര്യം എടുത്താൽ ആദ്യം പറയേണ്ടത് കാറിന്റെ വലിപ്പത്തിൽ വന്ന മാറ്റമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കാറുകൾക്ക് വലിപ്പം കൂടിക്കൂടി വരികയായിരുന്നു. എന്നാൽ 2026 കാറുകൾ ചെറുതാവുകയാണ്. ഇതാണ് നിംബിൾ കാർ കോൺസെപ്റ്റ്. കാറിന്റെ ഭാരം 30 കിലോ കുറച്ചു. വീൽ ബേസ് 200 മില്ലിമീറ്ററും വീതി 100 മില്ലിമീറ്ററും കുറഞ്ഞു. കാറുകൾ കൂടുതൽ വേഗത്തിൽ വളവുകൾ തിരിക്കാനും ട്രാക്കിൽ ഓവർടേക്കിംഗ് എളുപ്പമാക്കാനും ഇത് സഹായിക്കും. എഞ്ചിൻ ഇപ്പോഴും 1.6 ലിറ്റർ V6 ടർബോ തന്നെ ആണെങ്കിലും അതിന്റെ പവർ വരുന്നത് വേറെ രീതിയിലാണ്. ഇവിടെ എഞ്ചിനും ബാറ്ററിയും തമ്മിൽ ഒരു 50-50 പവർ സ്പ്ലിറ്റ് വരുന്നുണ്ട്. ഇലക്ട്രിക് പവർ ഇവിടെ 3 ഇരട്ടിയാവുകയാണ്. അതായത് ഏകദേശം 120 കിലോ വാട്ട് പവർ വന്നിരുന്നിടത്ത് ഇനി 350 കിലോ വാട്ട് പവർ വരെ വരാം. കൂടാതെ 100% അഡ്വാൻസ്ഡ് സസ്റ്റൈനബിൾ കാർബൺ ന്യൂട്രൽ ഫ്യൂവലാവും ഇനി ഫോർമുല 1 ഉപയോഗിക്കുന്നത്. ഇതുവരെ F1 കാഴ്സിൽ ഉണ്ടായിരുന്ന ഒരു കമ്പോണന്റ് ആണ് MGU-H അഥവാ മോട്ടോർ ജനറേറ്റർ യൂണിറ്റ് ഹീറ്റ്. വളരെ സങ്കീർണമായതും ചിലവേറിയതും കൂടാതെ ഒട്ടും റിലയബിൾ അല്ലാത്തതും ആയ ഒരു സിസ്റ്റമാണിത്. അതുകൊണ്ട് തന്നെ MGU-H-ന് പകരം MGU-K അതായത് മോട്ടോർ ജനറേറ്റർ യൂണിറ്റ് കൈനറ്റിക് ഇനി കൂടുതൽ ശക്തമാക്കും. പഴയ DRS സിസ്റ്റത്തിനും ഒരു വലിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പുതിയ കാറുകളിൽ മുന്നിലെയും പിന്നിലെയും വിങ്ങുകൾ ഡ്രൈവർക്ക് കൺട്രോൾ ചെയ്യാം. വളവുകളിൽ കാറിന് നല്ല ഗ്രിപ്പ് കിട്ടാൻ Z മോഡും, സ്ട്രെയിറ്റ് റോഡുകളിൽ കാറ്റ് തടസ്സമില്ലാതെ പോകാനും മാക്സിമം സ്പീഡ് കിട്ടാനും X മോഡും ഉപയോഗിക്കാം. കൂടാതെ എനർജി ഡിപ്ലോയ്മെന്റ് സിസ്റ്റം കൂടുതൽ ടാക്ടിക്കൽ ആയിരിക്കും. ഓവർടേക്കിംഗ് കൂടുതൽ സ്ട്രാറ്റജിക് ബേസ്ഡ് ആവും. മാനുവൽ ഓവർറൈഡ് മോഡ് എന്ന പുതിയ സിസ്റ്റം വഴി മുന്നിലുള്ള കാറുമായി ഒരു സെക്കൻഡിൽ താഴെ വ്യത്യാസമാണ് ഉള്ളതെങ്കിലും ഡ്രൈവർക്ക് ബാറ്ററിയുടെ ഫുൾ പവർ ഉപയോഗിച്ച് ഓവർടേക്ക് സാധ്യമാകും. കാറുകൾക്കും ഡ്രൈവർമാർക്കും ഒപ്പം തന്നെ റേസിംഗ് കലണ്ടറിലും വലിയ ചില മാറ്റങ്ങളാണ് 2026 വന്നിരിക്കുന്നത്. 2026 മുതൽ സ്പാനിഷ് ഗ്രാൻഡ് പ്രി ബാഴ്സലോണയിൽ നിന്ന് തലസ്ഥാനമായ മാഡ്രിഡിലേക്ക് മാറുകയാണ്. നഗരത്തിനുള്ളിലൂടെ കടന്നു പോകുന്ന പുതിയ മാഡ്രിഡ് സ്ട്രീറ്റ് സർക്യൂട്ടാണ് റേസിനായി ഒരുങ്ങുന്നത്. 5.4 കിലോമീറ്റർ നീളമുള്ള ഈ ട്രാക്കിൽ 22 വളവുകളാണ് ഉള്ളത്. സ്പാനിഷ് ഗ്രാൻഡ് പ്രിയിൽ ഉണ്ടായ ഈ മാറ്റം കാരണം ബാഴ്സലോണ ഗ്രാൻഡ് പ്രിയെ റീബ്രാൻഡ് ചെയ്ത് ബാഴ്സലോണ കാറ്റലൂണിയ ഗ്രാൻഡ് പ്രി ആക്കി. ഇറ്റലിയുടെ ഇമോള സർക്യൂട്ട് 2026 കലണ്ടറിൽ ഇടം പിടിച്ചിട്ടില്ല. ഇതോടെ ഇറ്റലിയിൽ ഇനി മോൺസ ഗ്രാൻഡ് പ്രി മാത്രമായിരിക്കും നടക്കുക. കാർബൺ മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചില റേസുകളുടെ ക്രമം മാറ്റിയിട്ടുണ്ട്. സാധാരണ ജൂണിൽ നടക്കാറുള്ള കനേഡിയൻ ഗ്രാൻഡ് പ്രി ഇനി മുതൽ മെയ് മാസത്തിൽ മയാമിക്ക് തൊട്ടു പിന്നാലെ നടക്കും. അസർബൈജാൻ ഗ്രാൻഡ് പ്രി ഇനി ഞായറാഴ്ചയ്ക്ക് പകരം ശനിയാഴ്ചയായിരിക്കും നടക്കുക. അസർബൈജാൻ റിമംബറൻസ് ഡേ ആയ സെപ്റ്റംബർ 27 ക്ലാഷ് ആവാതിരിക്കാനാണ് ഇങ്ങനൊരു മാറ്റം. ആസ്ഫോൾട്ടിലെ പഴയ കണക്ക് പുസ്തകങ്ങൾ തിരുത്തി എഴുതാൻ പുതിയ 11 ടീമുകളും 22 ഡ്രൈവർമാരും കരുത്തുറ്റ എഞ്ചിനുകളുമായി ട്രാക്കിലേക്ക് ഇറങ്ങുകയാണ്. F1 സീസൺ മാർച്ച് 6-ന് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയോടെ തുടക്കം കുറിക്കും. ഔഡിയുടെയും കാഡിലാക്കിന്റെയും രാജകീയ വരവോടെ ഗ്രൗണ്ട് ഇഫക്റ്റ് യുഗത്തിന് വിരാമമിട്ട് ആക്റ്റീവ് എയറോ യുഗം പിറക്കുമ്പോൾ കിരീടത്തിനായി നോറിസ്, വെർസ്റ്റാപ്പൻ, ഹാമിൽട്ടൺ തുടങ്ങിയവരുടെ പോരാട്ടത്തിന്റെ ഫലം എന്താവുമെന്നത് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.